തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ നിന്നപ്പോഴാണ് നമ്മുടെ KSRTCയുടെ ചലോ ആപ്ലിക്കേഷൻ നോക്കിയേക്കാന്ന് വെച്ചത്. ഇതിൽ നമ്മുടെ ഫൈൻഡ് ആൻഡ് ട്രാക്ക് മൈ ബസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട സ്ഥലവും എവിടെ ആണ് നിൽക്കുന്നതെന്നുള്ളതും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഞാൻ കോലഞ്ചേരിക്കാണ് പോകുന്നത്, അപ്പോൾ ഞാൻ കോലഞ്ചേരി ടൈപ്പ് ചെയ്തു. അപ്പോൾ സജഷൻസ് വരും, നമുക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് നിൽക്കുന്ന സ്ഥലം ഒന്നെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ ലൊക്കേഷൻ ഓൺ ആണെങ്കിൽ കറണ്ട് ലൊക്കേഷൻ അത് ലൊക്കേറ്റ് ചെയ്തിട്ട് അതനുസരിച്ച് നിയർ ബൈ ബസ് സ്റ്റേഷൻ ബേസ് ചെയ്തിട്ട് അത് സജഷൻസ് തരും. നമ്മൾ സെർച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ ടൈം ബേസ് ചെയ്തിട്ടായിരിക്കും ആദ്യമേ ഷെഡ്യൂൾ വരിക. അതല്ല നമുക്ക് വേറൊരു ടൈമാണ് നോക്കേണ്ടതെങ്കിൽ ആ ടൈമും ഡേറ്റും മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സ്കെഡ്യൂൾ വരും. എത്ര സമയത്തിനുള്ളിൽ ബസ് വരും, ഇനി എത്ര സമയം കൊണ്ട് നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തുക എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണിക്കും. നമുക്ക് വേണ്ട ബസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ലൈവ് ലൊക്കേഷൻ, എവിടെ എത്തി, അതിൻ്റെ ഏതൊക്കെ ബസ് സ്റ്റോപ്പുകളിൽ നിർത്തും, ഇപ്പോൾ ഏത് ബസ് സ്റ്റോപ്പ് വരെ ആയി എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നോക്കുന്ന ബസ് തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡ് വരെ ആയി, ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് എത്തണം. ഇത് കൂടാതെ നമുക്ക് ഇതിൽ ലൈവായിട്ടുള്ള ബസ്സസ് ഏതൊക്കെയാണ്, നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ എടുത്ത് ലൈവായിട്ട് ഏതൊക്കെ ബസ് ഓടുന്നുണ്ട് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് നല്ലൊരു ഓപ്ഷനാണ്. ഏതെങ്കിലും ബസ് വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാം. അതല്ലാതെ തന്നെ എൻ്റെ ഹോം പേജിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ അനുസരിച്ച് ആ റൂട്ടിലേക്ക് പോകുന്ന ബസ്സസിൻ്റെ ഒരു 2-3 ബസ്സിൻ്റെ ലിസ്റ്റും അവിടെ കാണിക്കും. നമ്മൾക്ക് പോകാനുള്ള ബസ് നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ വരുമെന്നാണ് കാണിക്കുന്നത്. 10 മിനിറ്റ് ആവുന്നതിന് മുമ്പേ തന്നെ ബസ് വന്നു. ഇതിൽ കാണിക്കുന്ന ടൈമിൽ നിന്ന് എത്രത്തോളം ഡിഫറൻസിലാണ് വണ്ടി വരുന്നതെന്ന് സ്ഥിരമായി യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും KSRTC ഇങ്ങനൊരു ഓപ്ഷൻ കൊണ്ടുവന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.